കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ്റെ 15ാമത് ജില്ലാ സമ്മേളനവും ഈ വരുന്ന 23-ാം തീയതി, അതായത് മറ്റന്നാൾ ചാലക്കുടിയിലുള്ള വ്യാപാര ഭവനിൽ വെച്ച് നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന 28-ാം തീയതി കോട്ടയത്ത് വെച്ച് നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനാണ് 1.5 മണിക്കാണ് ഇതിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഇതിൻ്റെ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി മുരളീധരനാണ്. ഈ യോഗം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് സ്റ്റേറ്റ് സെക്രട്ടറി സംഘടനയുടെ KV ഷാജി അവർകളാണ്. അതിൽ ജില്ലാ സെക്രട്ടറി ഫ്രാൻസൻ മൈക്കിൾ റിപ്പോർട്ട് അവതരിപ്പിക്കും. പിന്നെ കണക്കുകൾ സംഘടനയുടെ ജില്ലാ ട്രഷറർ വിൽസൺ അവതരിപ്പിക്കുന്നു. ഒപ്പം തന്നെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. 4 പ്രമേയങ്ങളുണ്ട്. പിന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്റ്റേറ്റ് റെപ്രസെൻറ്റേറ്റീവ് കൂടിയായിട്ടുള്ള അക്കാഡമിക്കിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ചെയർമാൻ കൂടിയായിട്ടുള്ള ഡി സൈമൺ, മറ്റ് വ്യക്തികളെല്ലാം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ബിജു CA ഇവരെല്ലാം പങ്കെടുത്ത് സംസാരിക്കുന്നതാണ്. മറ്റ് പ്രതിനിധികൾ പങ്കെടുക്കുന്നതാണ്. ജില്ലയിലെ 7 യൂണിറ്റുകളാണ് ഉള്ളത്. വടക്കാഞ്ചേരി, തൃശ്ശൂർ, കുന്നംകുളം, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി 7 മേഖലയിൽ നിന്നുമുള്ള പ്രാതിനിധ്യത്തോടു കൂടിയാണ് ചാലക്കുടിയിൽ വെച്ച് നടക്കുന്ന ജില്ലാ സമ്മേളനം. ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ജിഎസ്ടി നിയമം വന്നപ്പോൾ ഗവൺമെന്റ് പറഞ്ഞതായിട്ടുള്ള ആ നിബന്ധന അനുസരിച്ച് മുൻപ് പ്രാബല്യത്തിലുണ്ടായിരുന്ന നിയമത്തിൽ പ്രാക്ടീഷണർമാരായിരുന്ന ഞങ്ങൾക്ക് കൂടുതൽ യോഗ്യതയോട് കൂടിയിട്ട് GST പ്രാക്ടീസ് ചെയ്യാൻ ആയിട്ട് ഉള്ള ടെസ്റ്റ് നാസിം എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ അക്കാഡമി കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്ട് ടാക്സസ് നർക്കോട്ടിക്സ് 2019 ദേശീയ തലത്തിൽ പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ളവർക്ക് ഈ സമയം വരെയും സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റിയാണ്. നമുക്കൊരു നിങ്ങളിപ്പോൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോകുമ്പോൾ ഞങ്ങൾ സ്വയം പരിചയപ്പെടുത്തേണ്ടത് ഞാൻ GST പ്രാക്ടീഷണർ പറഞ്ഞ് ഒരു ഐഡന്റിറ്റി കാർഡ് കാണിക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള നിബന്ധനകളെല്ലാം അനുസരിച്ച് യോഗ്യതയോട് കൂടിയിട്ട് പരീക്ഷ പാസ്സായവർക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം എന്നുള്ളതാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ടാക്സ് പ്രാക്ടീഷണർമാർ ആവശ്യപ്പെടുന്നത്. കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെ കാർഡ് സർക്കാർ തന്നിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് തരേണ്ടതാണ് ഈ പരീക്ഷ പാസ്സായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അതും കൂടി ഇഷ്യൂ ചെയ്യുന്നതാണ് ആവശ്യം. അതോടൊപ്പം തന്നെ 2019 ശേഷം 2 പരീക്ഷയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അതിനുശേഷം പരീക്ഷകൾ നടത്തിയിട്ടില്ല. അപ്പോൾ കൊമേഴ്സ് BCom കഴിഞ്ഞ് വരുന്ന ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മേഖല, ടാക്സ് പ്രാക്ടീഷണർ മേഖല അവർക്ക് ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ നിലവിൽ. അത് എല്ലാ വർഷവും സമയബന്ധിതമായിട്ട് ഈ പരീക്ഷ നടത്തി യോഗ്യതയുള്ളവരെ കണ്ടെത്തി ഈ GST നിയമം പ്രാക്ടീഷണർമാരായിട്ട് എൻറോൾ ചെയ്യാനും അതിൽ വേണ്ടതായിട്ടുള്ള ഒരു അറിവും പരിജ്ഞാനവും നൽകാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ അതുകൂടി ഈ സമ്മേളന അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഈ നിയമം വന്നതിന് ശേഷം ഉണ്ടായിട്ട് ഏകദേശം 600ഓളം നോട്ടിഫിക്കേഷനും സർക്കുലറുകളും തന്നെ വന്നിട്ടുണ്ട്. ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോഴും ഗവൺമെൻറ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കി അല്ലെങ്കിൽ സർക്കുലർ ഇറക്കി ആ പ്രശ്നം പരിഹരിക്കും. അപ്പം ഇത്രയും 500-600 നോട്ടിഫിക്കേഷൻ സർക്കുലറും വെച്ചുകൊണ്ട് ഒരു ടാക്സ് പ്രാക്ടീഷണർ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സാഹസികമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് നിയമം. ഇന്ന് കണ്ട റേറ്റല്ല നാളെ കാണുന്നത്, നാളെ എടുത്ത തീരുമാനമല്ല അടുത്ത ആഴ്ച വരുന്നത്. ഇതിനനുസരിച്ച് കാലാനുസൃതമായിട്ട് ടാക്സ് പ്രാക്ടീഷണർമാർക്ക് സ്വയം പര്യാപ്തത വന്ന് വേണ്ടതായിട്ടുള്ള ഒരു കർമ്മ പദ്ധതികളും കൂടി ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാവണം. തുടർച്ചയായിട്ട് വരുന്ന ഈ പരിശീലനം ഒരു പരിധി വരെ ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ ഞങ്ങൾക്ക് തന്നു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന സെൻട്രൽ GST ഓഫീസുകളിൽ നിന്നും കിട്ടിയിരുന്നു. പക്ഷേ
കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ആ ഉണ്ടായിരുന്ന ആ ഒരു ശീലം നമ്മളിൽ നിന്ന് പോയി. ശരിക്കും ഗവൺമെൻറ് അതാത് ബഡ്ജറ്റുകളിൽ ഞങ്ങളുടെ പരിശീലനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സംഖ്യയുണ്ട്. ജസ്റ്റ് പ്രാക്ടീഷണർമാർക്കും അതിൻ്റെ അവയർനെസ്സിനും വേണ്ടി വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊന്നും കാര്യക്ഷമമായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഭാഗത്തുനിന്ന് നടന്നു കാണുന്നില്ല. അതെവിടെയാണ് ബ്ലോക്ക് എന്നുള്ളത് അറിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അമിതമായിട്ടുള്ള അറിവ് സമ്പാദിക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങളും പരിജ്ഞാനവും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഈ ജില്ലാ സമ്മേളനം ആവശ്യപ്പെടുന്നു.